പ്രായത്തിലുള്ള കുട്ടികൾക്ക് അവരെ ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ? അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതും അതുപോലെ പക്വതപരമായിട്ട് പെരുമാറുന്നില്ല, പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അസ്സലാമു അലൈക്കും. ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾക്ക് ശാരീരികമായിട്ട് വല്ല പ്രശ്നം ഉണ്ടാകുമെന്നാണ്. പ്രശ്നമേ ഉണ്ടാവുകയുള്ളൂ. കാരണം ശരീരത്തിലെ ഹോർമോണുകളുടെ ഒരു വല്ലാത്ത ഫ്ലോ നടക്കുന്ന ഒരു സമയമാണത്. നമുക്കെല്ലാവർക്കും അറിയാലോ, ശരീരം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പെൺകുട്ടിയാണെങ്കിൽ അമ്മയാകാനുള്ള തയ്യാറെടുപ്പ് ശരീരം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം, ആൺകുട്ടിയാണെങ്കിൽ അച്ഛയാനാകാനുള്ള തയ്യാറെടുപ്പ് ശരീരം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം. ആ സമയത്ത് ഓക്സിറ്റോസിൻ റിലീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരിക്കും. ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ലിബിഡോ ഉണ്ടാക്കുന്ന അഥവാ ലൈംഗിക ആസക്തി ഉണ്ടാക്കുന്ന ഹോർമോണാണ്. ആ സമയത്ത് അട്രാക്ഷൻ കൂടും. അപ്പോൾ ഈ ഹോർമോണുകളുടെ വളരെ ശക്തമായ ഇതുണ്ടാകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നമ്മൾ പാരൻസ് എന്നുള്ള നിലക്ക് നമ്മൾ വളരെ കുട്ടിയുമായിട്ട് വളരെ ഒരു വലിയൊരു റാപ്പോ നിലനിർത്തേണ്ട ഒരു സമയമാണത്. നമ്മൾ പറയുക, ഈ സമയത്തെ പാരൻറ്റിങ്ങിനെ കുറിച്ച് പറയുന്നത് ഷെപ്പേർഡ് പാരൻറ്റിംഗ് എന്നാണ്. ഷെപ്പേർഡ് പാരൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഷെപ്പേർഡ്സ് ഉണ്ടല്ലോ, ആട്ടിടയന്മാർ ആടുകളെ കൊണ്ടുപോയിട്ട് എന്താ ചെയ്യുക, രാത്രി ഉറങ്ങാൻ വേണ്ടി ആടുകളെ ഗുഹൻ്റെ ഉള്ളിലാക്കും. എന്നിട്ട് അവിടെ ഇങ്ങനെ വിലങ്ങിന് കിടക്കും ആ ഷെപ്പേർഡ്സ്. വിലങ്ങിന് കിടക്കണത് എന്തിനാന്ന് വെച്ചാൽ, ആട് അനുസരണമില്ലാത്ത ടീമാണ്. ആ ആട് ഏതെങ്കിലും ഒരു ആട് ഇങ്ങോട്ട് ഗുഹൻ്റെ പുറത്തേക്ക് കിടക്കണമെങ്കിൽ ഇവരുടെ ശരീരത്തിൽ ചവിട്ടിയിട്ടേ കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരറിയും. ഇതേപോലെ തന്നെ ഒരു ചെന്നായി ഉള്ളിലേക്ക് കിടക്കണമെങ്കിലും ഇവരുടെ ശരീരത്തിൽ കയറിയിട്ടേ കിടക്കാൻ പറ്റുള്ളൂ, അതറിയും. ഇതേപോലെ കുട്ടിയുടെ ജീവിതത്തിൽ എന്തുണ്ടാവുകയാണെങ്കിലും അത് നമ്മൾ അറിയുന്ന രൂപത്തിലുള്ള ഒരു റാപ്പോ, എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരു ആൺകുട്ടി മോളാണെങ്കിൽ ഒരു ആൺകുട്ടി അവൾക്കൊരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് അയക്കുമ്പോൾ എന്നിട്ട് അവൾക്ക് തിരിച്ചയക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അവൾക്ക് അയക്കാൻ കഴിയരുത്, എൻ്റെ ഉമ്മ അറിയാതെ ഞാൻ അയക്കൂല എന്ന് അവൾക്ക് വിചാരമുണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു പാരന്റിങ്, ഒരു അടുപ്പം ക്രിയേറ്റ് ചെയ്യാൻ കഴിയണം. ആ സമയത്ത് സെക്സ്വൽ എഡ്യൂക്കേഷൻ, ലൈംഗിക വിദ്യാഭ്യാസം പൂർണ്ണമായി നൽകേണ്ട ഉത്തരവാദിത്തം പാരൻസിനാണ്. അത് നമ്മൾ നൽകിയിട്ടില്ലെങ്കിൽ അവർക്ക് കിട്ടല് സോഷ്യൽ മീഡിയയിൽ നിന്നാണ്, അല്ലെങ്കിൽ വൃത്തികെട്ട ജെൻഡർ ക്ലാസ്സുകളിൽ നിന്നാണ്. ജെൻഡർ ക്ലാസ്സുകൾ ഞാൻ വിശദീകരിക്കണില്ല, അത് വേറെ വലിയൊരു വിഷയമാണ്. അപ്പോൾ ഈ ജെൻഡർ ക്ലാസ്സുകളിൽ നിന്ന് കിട്ടിയാൽ കുട്ടി പിന്നെ വളരെ അപകടകരമായൊരു അവസ്ഥയിലേക്കാണ് പോവുക. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഈ സമയത്ത് കുട്ടികൾക്ക് ദേഷ്യം കൂടും, അനുസരണക്കേട് കൂടും. ഇത് പക്ഷേ ചെറുപ്പത്തിലെ ഇവിടെ നേരത്തെ പറഞ്ഞ രൂപത്തിൽ കുട്ടിയെ ഒരു ഓതറിറ്റേറ്റീവ് പാരന്റിങ്ങിൽ കൊണ്ടുവന്നാൽ, അങ്ങനെ ഓതറിറ്റേറ്റീവ് പാരന്റിങ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, കുട്ടിയോടൊപ്പം നിന്ന് കുട്ടിയുടെ വളർച്ചയിൽ നമുക്ക് സന്തോഷമുണ്ട് എന്ന് കുട്ടിക്ക് മനസ്സിലാക്കി കൊടുത്ത് കുട്ടിയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെന്ന് കുട്ടിക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാരന്റിങ്ങിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ സമയത്ത് നമ്മുടെ ഷെപ്പേർഡ് പാരന്റിങ് എളുപ്പമായിരിക്കും. ആ ഷെപ്പേർഡ് പാരന്റിങ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കുട്ടികളുടെ ഈ മാനസികമായ പ്രശ്നങ്ങളെ നമ്മൾക്കും കൂടെ നിന്നുകൊണ്ട് അവൾക്ക് അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അതാണ് ആ സമയത്ത് ശ്രദ്ധിക്കാനുള്ളത്.